Resonance, the study spot. പ്രിയപ്പെട്ട തുല്യത പഠിതാക്കളെ, എല്ലാവർക്കും റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സാമൂഹ്യശാസ്ത്രം 1-ാം പാഠഭാഗം പഠിച്ചു തീർന്നു. 2-ാം പാഠഭാഗത്തിൻ്റെ 2 പാർട്ട് വീഡിയോകൾ ഓൾറെഡി നിങ്ങൾ കണ്ട് ഈ പാഠഭാഗം പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനത്തിൽ പറഞ്ഞിരുന്ന ഒരു പാർട്ട് 3 ഈ ചാപ്റ്ററിൽ കുറച്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സീരീസ് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു റിവിഷനായിട്ട് കണ്ടാൽ മതി ഈ വീഡിയോനെ. കാരണം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാം, നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ആദ്യ 2 വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. ചുവടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ വീഡിയോ, നമ്മുടെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ ടോപ്പിക്കിൽ പെട്ടിട്ടുള്ള ആളാണ് ഇയാൾ. നോക്കി നോക്കൂ, അതിന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കുറിഞ്ചി എവിടെയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. നോക്കി നോക്കൂ, കുറിഞ്ചി എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറിഞ്ചിയെ പിടിച്ച് വനപ്രദേശത്തിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് അതിൻ്റെ ഉത്തര സൂചിക. ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ കുറിഞ്ചി വനപ്രദേശമാണെന്നും, മുല്ലൈ പുൽമേടുകളാണെന്നും, പാലൈ വരണ്ട പ്രദേശമാണെന്നും, മരുതം നദീതടമാണെന്നും, നെയ്തൽ തീരപ്രദേശമാണെന്നും എന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? വരച്ച് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് പഠിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ കഴിയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. മഗധയുടെ ആവിർഭാവത്തിനിടയാക്കിയ കാരണങ്ങൾ വിലയിരുത്തുക. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 1, കൃഷിക്ക് അനുയോജ്യമായ ബലഭൂയിഷ്ഠമായ പ്രദേശം, ഗംഗാ നദിയിലൂടെയുള്ള ജലഗതാഗതം, ശക്തരായ രാജാക്കന്മാർ, വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യത, ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചത്, ഇരുമ്പിൻ്റെ വൻതോതിലുള്ള നിക്ഷേപം. ഇത് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്കൊരു 5 പോയിൻ്റെങ്കിലും എഴുതാൻ വേണ്ടി പറ്റുമല്ലോ, പഠിക്കാൻ വേണ്ടി പറ്റുമല്ലോ. 5 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യമാണെങ്കിൽ, 5 പോയിന്റ് പഠിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ പരീക്ഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പം അങ്ങനെ വേണം. 5 പോയിന്റെങ്കിലും പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് മൂന്നാമത്തെ ഒരു ചോദ്യം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇരുമ്പിൻ്റെ ഉപയോഗം ഗംഗാ സമതലത്തിൽ ജനജീവിതത്തെ സ്വാധീനിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമാണ്. കണ്ടു നോക്കി നോക്കൂ. അത് വളരെ കണക്റ്റഡ് ആയിട്ടോ വരുന്ന ആ ചോദ്യം. ഇരുമ്പായുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. അപ്പോൾ ഇരുമ്പായുധങ്ങൾ കൊണ്ടാണ് ശരിക്കും കാട് വെട്ടിത്തെളിച്ചത്. ആ വെട്ടിത്തെളിച്ച സ്ഥലത്ത് കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ചിട്ടുണ്ട്. കൃഷിയുടെ വികാസത്തെ തുടർന്ന് ആര്യന്മാർ സ്ഥിരവാസം ആരംഭിക്കും. ഈ സ്ഥിരവാസം ആരംഭിച്ചതിൽ പോലും ആർക്ക് എന്തിന് പ്രാധാന്യമുണ്ട്? ഇരുമ്പിൻ്റെ ഉപയോഗത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. മിച്ചോൽപാദനം. അപ്പം മിച്ചോൽപാദനം കൈമാറ്റത്തിന് വഴി തെളിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ പോയിന്റുകളും ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണെന്ന് നോക്കും. എല്ലാം ഇരുമ്പിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇന്ന് ശരിക്കും നിങ്ങൾക്കൊരു പോയിന്റ് പോലെ പഠിച്ചു വയ്ക്കാം. നോക്കി നോക്കൂ. ഇരുമ്പായുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തെളിച്ച പ്രദേശങ്ങൾ കലപ്പ കൊണ്ടുകൊടുത്ത് കൃഷി തുടങ്ങിയപ്പോൾ അങ്ങനെ ഇന്റർകണക്റ്റഡാണ്. കൃഷി തുടങ്ങിയ സമയത്ത് എന്തായി? സ്ഥിരവാസം ആരംഭിച്ചപ്പോൾ മിച്ചോൽപാദനം എന്ത് ചെയ്യാൻ തുടങ്ങി? കൈമാറ്റത്തിന്. അങ്ങനെ കൈമാറ്റം നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായിട്ട്. ഇരുമ്പായുധങ്ങൾ യുദ്ധങ്ങൾക്കും രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു. അപ്പം ഇതിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിലും നമ്മൾ ഇരുമ്പിൻ്റെ ഉപയോഗത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്, പ്രാധാന്യമുണ്ടെന്ന് എന്ത് ചെയ്തോളൂ, മനസ്സിലാക്കി വെച്ചു. അടുത്തത് ജൈനമതം, ബുദ്ധമതം എന്നിവയുടെ സവിശേഷതകൾ വിശദമാക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ എന്നാലും ഒന്നും കൂടെ അതൊന്ന് ഓർമ്മിപ്പിക്കാം. അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി, അഹിംസയായിരുന്നു പ്രധാന തത്വം. അപ്പോൾ ഇതിലിങ്ങനെ കോമൺ ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കേണ്ട രീതിയൊക്കെ നിങ്ങളോട് നമ്മുടെ പാർട്ട് 2 വീഡിയോയിലാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളൊന്നുകൂടി അത് റിവൈസ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും ലിങ്ക് കൂടെ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റെസൊണൻസ് പഠന സഹായ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു 4 പോയിന്റുകളെങ്കിലും 2 കോളത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച്
എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് സാധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ, മാർക്ക് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ അത് കൂടുതൽ വിശദീകരിക്കാത്തത് വളരെ വൃത്തിക്ക് നമ്മളിത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാർട്ട് 2 തൊട്ട് മുന്നേ. നിങ്ങൾക്കൊരു റിപ്പീറ്റേഷൻ എപ്പോഴും അരോചകരായിരിക്കുമല്ലോ, അതുകൊണ്ടാണത് വീണ്ടും എടുത്ത് പറയാത്തത്. നോക്കൂ, അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതുകൂടി ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ചെറിയ വീഡിയോ, നമുക്ക് ഇതുകൂടി എന്ന് പറയാനുള്ളൂ. ഗുപ്ത കാലഘട്ടത്തിൽ നോക്കണേ, ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിലുണ്ടായ പുരോഗതി ചൂണ്ടിക്കാണിക്കുക. നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഗുപ്തൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിലുണ്ടായ കുറച്ച് വ്യക്തികളും അവരുടെ പുസ്തകങ്ങളും നമുക്കിവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അത് ഉത്തരമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതൊക്കെ ഗുപ്തകാലത്ത് സംഭവിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞ് എഴുതിയാൽ അതിൻ്റെ ഉത്തരമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങളോടൊരു ഈ ചാപ്റ്ററിലെ പ്രധാന പാഠപുസ്തകത്തിൻ്റെ അവസാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു 7 മിനിറ്റിനോ 8 മിനിറ്റിനോ താഴെ മാത്രമായിരിക്കും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴേക്കും ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഏതാണ്ട് ഒരു 331 പരം സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് സങ്കടം രേഖപ്പെടുത്താനുള്ളത്, നമ്മൾ ചാനൽ അനലിറ്റിക്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, ഏതാണ്ട് 70% ആളുകളും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബാക്കി ക്ലാസ്സുകൾ കാണുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നൊരു ഊർജ്ജം വളരെ വലുതാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റുകൾക്കും തിരിച്ച് മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.